സങ്കടപ്പെടുകയാണ്. അള്ളാഹു സങ്കടപ്പെടുകയാണ് നമ്മുടെ കാര്യത്തിൽ. ശരിക്ക് നമ്മൾ ഇന്ന് ഒരു പ്രതിമ, ഒരു സ്റ്റാച്യു ആയിരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാർ ഇവിടെ ഉണ്ട്. ചില ആളുകളൊക്കെ വയല് ബുക്ക് ചെയ്യാൻ വരുമ്പോൾ ഉസ്താദ്മാരെ വിളിച്ചിട്ട് പറയുന്ന കാര്യം എന്താ അറിയോ? ഉസ്താദെ, തിങ്കൾ മുതൽ വെള്ളി വരെ വേണ്ട അല്ലാത്തൊരു ദിവസം നിങ്ങൾ പറഞ്ഞു. എന്തേ? അന്ന് അതന്നെ, സീരിയൽ വളരെ ശക്തമായി നമ്മുടെ വീട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് ഓഡിയൻസിന് കിട്ടൂല. പണ്ടൊക്കെ ഉസ്താദ്മാരെ ഒഴിവാക്കിയിട്ട് ഇനി ബുക്ക് ചെയ്യൽ. ഇപ്പോ സഹോദരിമാരെ ഒഴിവാക്കിയിട്ട് ബുക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലൂടെ ഒരു പെണ്ണ്, ഒരു മാപ്പിളി, ഒരു പുതിയെണ്ണ, ഒരു പുതിയാപ്പിളിയും പോകുകയാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകും അല്ലേ? പുതിയാപ്പിള ഒരു 100 മീറ്റർ മുന്നിൽ കുട്ടിനെ എടുത്ത് ഇങ്ങനെ നടക്കും. പെണ്ണൊരുത്തിണ്ടാവും ബാക്കിൽ ഇങ്ങനെ കൊട ഇങ്ങനെ മറിച്ചു പിടിച്ച് വരുന്നു. എന്തിനാണത്? നാട്ടുകാരെല്ലാരും ഹാജറാക്കിയാണ്ട് അവരൊക്കെ സാന്നിധ്യത്തിൽ ഖബിൽതു വറദീതു മിൻക നികാഹഹ വതസ്ബീജഹ ബിഹാദൽ മഹ്രിൽ മദ്കൂർ എന്നൊക്കെ ഇയാൾ പറഞ്ഞത്. 2 ഷാഹിദീങ്ങളുണ്ട്, ഒരു ആഖിദുണ്ട്. അവിടെ ഒരു ആഖിദ് നടന്നിട്ടുണ്ട്. പരസ്യാണ്. പുതിയാപ്പിളിയും പുതിയെണ്ണാണ് വലിയ രണ്ടാളൊന്ന് പരസ്യ. ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൈ പിടിച്ചിട്ട് നടന്നു പോകാം, നോ പ്രോബ്ലം. പക്ഷേ അതൊരു പൊതുമാന്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയാപ്പിള മുന്നിൽ പോകും, ബാക്കിൽ പെണ്ണൊരുത്തി വരും അല്ലേ? എന്റെ ഒരു അനുഭവമാണ്. ഈസ്റ്റ് എറണാകുളത്ത് ഇതുപോലെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയി. ഞാൻ സംഘാടകരെങ്ങനെ ട്രെയിൻ ഇറങ്ങി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടുത്തെ നാഷണൽ ഹൈവേയിലൂടെ കണ്ണിന്റെ മുന്നിൽ പെട്ടൊരു കാഴ്ച ഉണ്ട്. മഹാരാജാസ് സ്കൂളിലെ കുട്ടികളാന്ന് തോന്നുന്നു, കോളേജ് കുമാരന്മാരില്ലേ? മുന്നിലൊരു ചെറുക്കൻ ബൈക്ക് ഓടിക്കുന്നു, സെന്ററിൽ ഒരു ചെറുക്കി അഥവാ ഒരു കുമാരി ഇരിക്കുന്നു, ബാക്കിൽ വീണ്ടും ഒരു കുമാരൻ ഇരിക്കുന്നു. അവർ വളരെ ലൈഫ് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുന്നു. അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് 10 കൊല്ലം മുമ്പ് നിങ്ങൾ കമ്പയർ ചെയ്യ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദാറ്റ് ഇവന്റ്സ്. ഈ 2 സംഭവങ്ങൾക്കിടയിലും നിങ്ങളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്ത്, ഒരു എന്താ പറയാ, ഒരു ഇതിന്റെ താരതമ്യ പഠനം നടത്ത്. ഏത് നൂറ്റാണ്ടിലെ, നമ്മൾ കഴിഞ്ഞ കാല നൂറ്റാണ്ടിലെ കഥയല്ലേ, വരാൻ പോകുന്ന നൂറ്റാണ്ടിലെ കഥയല്ല പറയുന്നത് അല്ലേ? ഒരു 10 കൊല്ലം 5 കൊല്ലത്തെ ഡിഫറൻസ് നമ്മുടെ നാട്ടിൽ എത്ര മാറ്റം ഉണ്ടാക്കി. അതുകൊണ്ട് ടെക്നോളജി നിനക്ക് ഉപകാരമല്ല ചെയ്തത്, ഉപദ്രവം മാത്രമാണ്. പണ്ട് മഹാമദ്യത്തെ നിരുത്സാഹനപ്പെടുത്താൻ, രണ്ടാമതായി പുണ്യ റസൂൽ ഹദീസ് ആയത്ത് പറയുകയാണ്, ഇസ്മുഹുമാ അക്ബറു മിൻ നഫഹിമാ. അതിന്റെ ഉപകാരം വളരെ കുറവാണ്, അതിന്റെ ഉപദ്രവം കൂടുതലാണ്. ഇന്നത് മൊബൈൽ ഫോണിനെ പറ്റി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഉപകാരം വളരെ കുറവാണ്, ഉപദ്രവം വളരെ കൂടുതലാണ്. അതിന് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. മംഫാത്തുണ്ട്, മദറത്തുണ്ട്. മംഫാത്ത് ഖലീൽ, മദറത്ത് കസീർ. ആ രൂപത്തിലേക്ക് മൊബൈൽ ടെക്നോളജി കടന്നുപോയില്ലേ? ഇന്നത്തെ ചൂടാറിയിട്ടില്ലല്ലോ. ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ 47കാരി 25കാരന്റെ കൂടെ ഒളിച്ചോടിയ കഥ. എന്തേ? അതിന് കാരണക്കാരൻ ബ്രോക്കർ പണിയെടുത്തത് മൊബൈലാണ്. കഴിഞ്ഞ ആഴ്ച വേറൊരു വാർത്ത കണ്ടു. ഒരു പെണ്ണ്, സ്ഥലമൊന്നും ഞാൻ പറയണില്ല, ആവശ്യക്കാർക്ക് തെളിവടക്കം തരവാണെങ്കിൽ, +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി റീചാർജ് ചെയ്യാൻ വേണ്ടി റീചാർജ് ഷോപ്പിൽ പോയി തന്റെ മൊബൈലിലേക്ക് 200 രൂപ 99 98 എന്നൊക്കെ ഉള്ള ഒരു നമ്പർ ഉണ്ട്, എഴുതിയൊക്കെ ഉണ്ട് കുട്ടികളെ. പിന്നെ ഒരു നമ്പർ, ആ നമ്പർ 99 എന്നുള്ളത് 98 ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കാലം പോണ ഒരു പോക്ക്. 99 എന്നുള്ളത് 98 ആയി. ഓള് റീചാർജ് ചെയ്ത് ഓൻ ചെയ്തും കൊടുത്ത് 200 രൂപ പോയത് വേറെ മൊബൈൽക്കാ. വലിയ പുലിവാലായല്ലോ. ഇവൾക്ക് മൊബൈലിൽ 200 രൂപ കയറിയതുമില്ല, വേറെ മൊബൈലിൽ പോയും ചെയ്തില്ല. ലാസ്റ്റ് ആ നമ്പർ ഓള് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് അയാൾക്ക് വിളിച്ചാണ്ട് പറഞ്ഞു, ഒരു ചെക്കനെ കിട്ടിയ, ഒരാൾക്കാ കിട്ടിയ, ചെക്കനെന്ന് ഞാൻ പറയണില്ല, 2 കുട്ടികളുടെ വാപ്പയാണ് കിട്ടിയ ആള്. അവസാനം എന്ത് ചെയ്ത്, എന്റെ മൊബൈലിക്ക് ഞാൻ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മൊബൈലിക്ക് കയറിയിട്ടുണ്ട്, തിരിച്ചു കയറി തരണം എന്ന് പറഞ്ഞു. തിരിച്ചെനിക്ക് റീചാർജ് ചെയ്ത് തരുന്നെന്ന് ഇവർ പറഞ്ഞു. അദ്ദേഹം വഴങ്ങുന്ന വട്ടില്ല. അവസാനം 2-3 വട്ടം ഫോൺ ചെയ്തു, ഇങ്ങോട്ട് മറുപടി കിട്ടി. അദ്ദേഹം ലാസ്റ്റ് ഇങ്ങോട്ട് റീചാർജ് ചെയ്ത് കൊടുത്തു. അതൊക്കെ പോട്ടെ, ഇതൊക്കെ കുറച്ച് മുമ്പാണ് നടന്നത്. കഴിഞ്ഞ ആഴ്ചപ്പോൾ അവരെ തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിൽ വെച്ച് പിടികൂടപ്പെടുക 2 ഒറ്റ നമ്പറേ മാറിയിട്ടുള്ളൂ, ലൈഫ് അടക്കം മാറി എന്നാ പറഞ്ഞു. ഐഡിയന്റെ ഒക്കെ പരസ്യം കണ്ടില്ല നിങ്ങൾ? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഭയങ്കര മാറ്റം തന്നെ കേട്ടോ. കാരണം ഐഡിയ ഒക്കെ ലൈഫ് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞത് അല്ലേ? നമ്മൾ ഈ പ്രമേയം കേട്ടപ്പോൾ വിചാരിച്ചു, ഒരു ഐഡിയ സിമ്മ നിങ്ങൾ എടുത്താൽ മതി, നിങ്ങളുടെ ജീവിതം അത് മാറ്റിത്തരും. ഭയങ്കര പുരോഗതിയല്ലേ നമ്മുടെ ടെക്നോളജി ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിന്റെ റിസൾട്ട് ഇതാണ്. ഏതെങ്കിലും ലോഡ്ജിൽ വെച്ചിട്ട് അന്യമതസ്ഥന്റെ കൂടെ പിടികൂടപ്പെടുക, എന്നിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്യുക. ആര്? ഭർത്തൃമതിയായ നമ്മുടെ നാട്ടിലെ മഹല്ലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പെൺകുട്ടി. ആലോചിക്കേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ് ഇത്തരം കാര്യങ്ങളിൽ ജനറൽ ബോഡി കൂടിയിട്ടൊന്ന് ചർച്ച ചെയ്തത്?
അതുകൊണ്ട് വളരെ ഗൗരവമായി ഇനി നമ്മൾ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഒരു സെമിനാർ നടത്തേണ്ട, ആ ഫ്ലെക്സ് ബോർഡുകളൊക്കെ മാറ്റി വെച്ച് കണ്ട് വളരെ അടിയന്തരമായിട്ട് നമ്മുടെ കുട്ടികൾ വേലി ചാടി പോണതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇനി നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത്. ഇത് പൊറപ്പിക്കാൻ പറ്റാത്ത സംഗതിയാണ്. എല്ലാ മഹലിൽ പോയാൽ ഓരോ കഥ കേൾക്കണം. നിങ്ങൾക്കറിയോ, എല്ലാ മഹലിൽ പോയാലും ഓരോ കഥ കേൾക്കണം. ഞാൻ അരീക്കോട്ടുകാരനാ, കൊണ്ടോട്ടിന്നും പോണം എന്റെ നാട്ടിൽ. പക്ഷെ കോട്ടക്കത്തെ കഥയാണ്. ഞാൻ വളാഞ്ചേരിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. കോട്ടക്കത്തെ കഥ ഒരുപാട് നമ്മൾ കേൾക്കുകയാണ്. ഇപ്പൊ ഞാൻ സ്ഥലം എടരിക്കോടുള്ളൊരു കുട്ടി, നിങ്ങൾക്ക് തെളിവുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് പറയാൻ. എടരിക്കോടുള്ളൊരു കുട്ടി ഭർത്താവ് വിവാഹം ചെയ്ത്, ഭർത്താവ് ഒരു ഫോണാണ് വാങ്ങിക്കൊടുത്ത്, മൂപ്പര് ഗൾഫിൽ പോയി, ഭർത്താവിന്റെ ജോലിയല്ലേ. പിന്നെ അവനൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കാണ്ട് വിളിക്കണം, സ്വാഭാവികമാണ്. കുടുംബക്കാരൊന്നും എതിർപ്പ് പറഞ്ഞില്ല. ഈ കുട്ടിയാണെങ്കിലോ ഉപരിപഠനം നടത്തണം എന്ന് ആഗ്രഹമുള്ള കുട്ടിയാണ്. കുടുംബത്തിനും സപ്പോർട്ടാ, ഓനും സപ്പോർട്ടാ. കുട്ടികൾ പഠിക്കണ്ടേ, ഇന്നത്തെ കാലത്ത് പഠനമില്ലാതെ ജീവിക്കാൻ കഴിയോ? ഒക്കെ. അവസാനം കോട്ടക്കൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വന്ന് അവൾ വളരെ കൃത്യമായി പഠിക്കുന്നു. സന്ധ്യാസമയമാകുമ്പോൾ തിരിച്ചു പോകുന്നു. അമ്മായിമ്മക്ക് ഇങ്ങനെ ഡൗട്ട് കൂടുന്നു. ഇവള് ഫോണുമ്പോൾ തന്നെയാണ് കളി, ബുക്കും കിതാബൊന്നും നോക്കുന്നില്ല. അവസാനം ഇളച്ചൻ നാട്ടിൽ വരുന്നു. ഇളച്ചനോട് പരാതി പറയുന്നു. ഇളച്ചൻ അവള് പുറത്തു പോയ സമയത്ത് ഈ ഫോണൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതാ. ഉള്ള ബ്ലൂടൂത്തിലും ഇൻബോക്സിലും മുഴുവൻ ആപ്ലിക്കേഷൻസിലും ഒക്കെ പാടെ കയറി നോക്കിയപ്പോൾ മുഴുവൻ കുട്ടന്റെ മെസ്സേജാണ്. കുട്ടന്റെ മെസ്സേജാണ് മുഴുവൻ. നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ ഈ കോട്ടക്കലിന്റെ സറൗണ്ടിങ്സിൽ ഇതിന്റെ വെളിപ്പാടകലെ ചുറ്റുവട്ടത്തിൽ വെച്ചിട്ട് ഞാൻ അഡ്രസ് അങ്ങോട്ട് തരാം. എന്തിനാ പറഞ്ഞത് അറിയോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ മൂക്കിന്റെ ചുവട്ടിൽ ഈ വാർത്ത നമ്മൾ കേൾക്കാതിരിക്കാൻ പറയാണ്. നമ്മുടെ വെളിപ്പാടകലെ ഇത്തരം വാർത്തകൾ എത്താൻ എന്തെയ്തു? തലാക്കെല്ലാം വിട്ടണ്. വിഷയം സംഗതി വഷളായില്ലേ? അവസാനം ഈ സഹൃദയൻ അന്യമതസ്ഥനായിരിക്കുന്ന ഈ കുട്ടൻ 4 തവണ എന്നെ സന്ദർശിച്ചിട്ടുണ്ട്. എന്റെ ഈ ഭർത്താവിന്റെ വീട്ടിൽ വന്നിട്ട് എന്നൊരു പെണ്ണ്, നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങള് പറയുകയാണെങ്കിൽ ആരുടെ മനസ്സാക്ഷിയാ ഇതിന്റെ പേരിൽ തകർന്നു പോകാൻ പോണത്? വന്നോൻ എന്തേ നഷ്ടപ്പെടാണ്ടോ? കുന്തും ഖൈറ ഉമ്മത്ത് എന്ന് ആരെ പറ്റിയാ ഖുർആൻ പറഞ്ഞത്? എന്താ നമ്മൾ ഇത് ആലോചിക്കാത്തത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് തമാശയല്ല. ഞാൻ ചില കാര്യങ്ങൾ അതിന്റെ കൂടെ ഒരു ഇതിന് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നേരത്തെ ഖുർആൻ പറഞ്ഞ മാതിരി കള്ളിന് ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട് എന്ന് പറഞ്ഞു. ഉപകാരം കുറവാട്ടോ ഉപദ്രവം കൂടുതലാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് മൊബൈലിനെ പറ്റി പറയേണ്ട ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ അജണ്ട, ഒരു പ്രബോധനത്തിന്റെ, അത് മൊബൈൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടൊരു പ്രബോധന അജണ്ട നമ്മൾ തയ്യാറാക്കേണ്ട കാലത്ത്. ഇതിനായി ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ നമ്മൾ മൊബൈൽ കൊടുക്കുന്നത്. SLCയിലും +1 ഇനിയിപ്പോൾ ആ കുട്ടികളുണ്ടെങ്കിൽ മൂപ്പരഞ്ഞ് കൊണ്ടിട്ടോ എന്ന് പറയും. പക്ഷേ എന്നോട് നിങ്ങൾ വെറുത്തോളൂ. ഞാനൊരു കാര്യം നമ്മുടെ പൊതുധർമ്മത്തിന് വേണ്ടി പറയാൻ. കാരണം എന്താ, ഈ ടീനേജിലുള്ള നമ്മുടെ കുട്ടികളൊക്കെ അതിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇന്നൊരു കുട്ടി ഷോപ്പിൽ പോയിട്ട് ഷോപ്പ് കീപ്പറോട് ചോദിക്കുന്നത് മൊബൈലല്ല, അതിന്റെ മെഗാ പിക്സൽ, അതിന്റെ മെമ്മറി കപ്പാസിറ്റി, അതിന് എത്ര ഇന്റർനെറ്റിനെ ഗ്രാസ്പ് ചെയ്യാൻ കഴിയും, ഇന്റർനെറ്റ് എത്ര സ്പീഡ്, ഒരു കുട്ടി അന്വേഷിക്കുന്ന ഇതാണ്. അപ്പൊ മൊബൈലിന്റെ അടിസ്ഥാനപരമായിരുന്ന ഉപയോഗം എന്തായിരുന്നു? വിളിക്കുക, വെക്കുക, മെസ്സേജ് അയക്കുക, വാങ്ങുക, അതായിരുന്നു. അതിലപ്പുറം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് നമ്മുടെ കുട്ടിയെ തള്ളിവിടാനുള്ള ഒരു ആയുധമായി ഈ മൊബൈൽ ടെക്നോളജി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അതിന്റെ ഉത്തരവാദി. അത് സ്ത്രീകൾക്കും സംഭവിക്കാൻ. എല്ലാവരും ബാലിശമായ മനസ്സിന്റെ ഉടമകളാണ്. നമ്മളൊക്കെ ആണായാലും പെണ്ണായാലും. അതിന്റെ സാഹചര്യം ഒരുക്കി കൊടുക്കാതിരിക്കല ഏറ്റവും വലിയ വഴി. നമ്മുടെ ഈ പെങ്ങളടുത്ത്, നമ്മുടെ ഈ കുട്ടിന്റെ അടുത്ത് മൊബൈൽ കൊടുത്തിട്ട് അവളെ പറഞ്ഞേക്കുക, അവളെ ഭാവി ആലോചിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഒരു മിസ് കോൾ ഒരു ലൈഫ് മാറ്റാൻ നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുകയും ചെയ്തു. അപ്പൊ ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ സാഹചര്യങ്ങളൊക്കെ മലീമസായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന കാര്യം വളരെ ഗൗരവതരമായി അന്വേഷണം നടത്തൽ. ഇദ്ഹാറുൽ ഇസ്ലാം മദ്രസിന്റെ അങ്കണത്തിൽ വെച്ച് ഇസ്ലാം എന്താണ് എന്ന് പ്രകാശിപ്പിക്കുന്ന ഗേഹം എന്നാണ്. ഇദ്ഹാറുൽ ഇസ്ലാം എന്ന കലാലയത്തിന്റെ അർത്ഥം തന്നെ അതാണ് കുറിക്കുന്നത്. മതം പഠിപ്പിക്കുക, മതധർമ്മം എന്തെന്ന് പുലർത്തുക, ജീവിതത്തിൽ അതൊരു സന്ദേശമായി ഏറ്റെടുക്കുക, അതിലൂടെ അന്യരിലേക്ക് ധർമ്മപ്രസരണം നടത്തുക, അധാർമികതയുടെ ചതിക്കുഴികൾ നമ്മൾ തിരിച്ചറിയുക. ഇത്തരം വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിൽ വിശാലമായി കിടക്കാൻ. ഞാൻ എന്റെ വിഷയം ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ യുവത ഇന്ന് വഴിവിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പൊ അതിന്റെ പുറമെ മലയാള മനോരമ മഴവിൽ മനോരമ എന്ന് പറഞ്ഞൊരു ചാനലും കൂടി ഇറക്കിയാണ്. ഉഷാറായി. മോരും കറി ചിന്തിയത് കുമ്പളങ്ങേക്കായി എന്ന് പറഞ്ഞ മാതിരി ഉഷാറായി.
മഴവിൽ മനോരമ അതിങ്ങനെ കാത്ത് നിൽക്കല്ലവന്. എന്നിട്ട് അതല്ല രസം, നമ്മളെ കുട്ടികളൊക്കെ പോക്കറ്റ് കൈയിട്ടാന്ന് ചിലപ്പം കിട്ടൊരു കൂപ്പൺ ഉണ്ട്, മാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞാണ്ട് ഒരു കൂപ്പൺ. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിലത്തെ ഒരു കുട്ടി പറഞ്ഞ് ഈ കൂപ്പണായിട്ട് മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനലാണ്ട് തുറക്കണം, 7 മണിക്ക് നമ്മളാണ്ട് ഇരിക്കണം അവിടെ, രാത്രി 9:00 എണീക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. എന്താ 7 മണിക്ക് അവിടെ പോയി നമ്മൾ ഇരിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൂപ്പൺ മറിക്കുന്നു. മനോരമന്റെ ഈ മഴവിൽ എന്ന് പറയുന്ന ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ അക്കങ്ങൾ വരുന്നു. ആ അക്കം നമ്മുടെ കൂപ്പണിലുള്ള അക്കവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ പരിശോധിക്കുന്നു. അങ്ങനെ അതിൽ വന്ന അക്കവും നമ്മുടെ കൂപ്പണിലുള്ള അക്കവും ഒന്നാണെങ്കിൽ നമുക്കൊരു ഗോൾഡ് കോയിൻ സമ്മാനം അടിക്കുന്നു. ഏത് കുട്ടി അതിന് ഇരിക്കാതെ നിങ്ങൾ പറയും? മലയാള മനോരമ വരിക്കാരന്റെ എല്ലാ വരിക്കാരെ വീട്ടിലേക്കും ഈ കൂപ്പൺ സൗജന്യമായി കിട്ടും ചെയ്യുന്നു. ഷറയിലെ കോരിങ്ങനെന്തിനാ പിന്നെ ഏണി വെച്ചു കൊടുക്കുന്നത് കൂട്ടരെ, നമ്മൾ മനസ്സിലാക്കണ്ടേ? പക്ഷെ ഇതൊക്കെ ഒരു ബ്രെയിൻ വാഷിംഗ് ആണ്, ഒരു മസ്തിഷ്ക പ്രക്ഷാളനം. നമ്മുടെ കുട്ടികളെ ബ്രെയിൻ ഇങ്ങോട്ട് പറിച്ചെടുക്കുകയാണ്. സത്യത്തിൽ ഞാനതാ പറഞ്ഞത്, വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും എന്താണ് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാനുള്ള ഒരു യന്ത്രം, പാരന്റ്സ് മീറ്റിംഗ് വിളിക്കുമ്പോൾ അവിടെ പോയി പങ്കെടുക്കാനുള്ള ഒരു യന്ത്രം. പണ്ട് ഉപ്പയും ഉമ്മയും അങ്ങനല്ല. എന്റെ കുട്ടി എന്ത് വേഷം ധരിക്കണം, എന്റെ കുട്ടി എന്ത് സംസാരിക്കണം, എന്റെ കുട്ടി ആരോട് ഇടപഴകണം, എന്റെ കുട്ടിയുടെ സംസാര ശൈലിയും അവന്റെ ബോഡി ലാംഗ്വേജ്, അവന്റെ ശരീരഭാഷയും എങ്ങനെയാകണം എന്നൊരു കുട്ടി രക്ഷിതാവ് തീരുമാനിച്ചു അല്ലേ? ഇവിടെ ആലോചിച്ചു നോക്കാൻ. നമ്മുടെ ഒരു മാറ്റം ഇവിടെ പി അബൂബക്കർ മുസ്ലിയാർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം ചൊല്ലിയ കവിത ഉണ്ടല്ലോ, അനശ്വരമായൊരു വാക്കാണ് ഷാഫി ഇമാമിന്റെ കവിത. അദ്ദേഹം അതിവിടെ ചൊല്ലി എത്ര ആള് ശ്രദ്ധിച്ചു ഞാൻ ആലോചിച്ച. മഹാനായ ഷാഫി ഇമാം പറഞ്ഞൊരു വാക്കാണ്, വളരെ അർത്ഥഗർഭം ചുമന്നൊരു കവിതയാണ്. യതീം യതീം എന്ന് നമ്മൾ നാട്ടിൽ വിളിക്കുന്നത് ആരെപ്പറ്റിയാണ്? ഉപ്പ മരിച്ച കുട്ടിയെപ്പറ്റി യതീം എന്ന് നമ്മൾ വിളിക്കുകയാണ്. 15 വയസ്സിന്റെ മുമ്പ് രക്ഷിതാവായ നാഥൻ പിരിഞ്ഞുപോയ കുട്ടിയെപ്പറ്റി നാട്ടുകാർ യതീം എന്ന് വിളിക്കുകയാണ്. എന്നാൽ മഹാനായ ശാഫി ഇമാം പറയാണ്, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറയുന്നത്? ബാലിൽ യതീമുൽ യതീമുൽ ഇൽമി വൽ അദബി. എന്നാൽ നിങ്ങൾ കാര്യം കേട്ടോ, ഉപ്പ മരിച്ച 15 വയസ്സിന്റെ മുമ്പുള്ള കുട്ടിയല്ല യതീം. അവനെ നിങ്ങളാരും യതീം എന്ന് വിളിക്കുകയും വേണ്ട. അത് അവനോട് യോജിച്ച സ്ഥാനമല്ല. അക്ഷരാർത്ഥത്തിൽ യതീം ആരാണ്? യതീമുൽ ഇൽമി വൽ അദബി. ഇൽമും അദബും ഇല്ലാതെ പോയവനാണ് കാലത്തിന്റെ മുമ്പിലെ യതീം. ഇൽമും അദബും ഇല്ലാത്തവനാണ് യതീം അല്ലേ? എന്താണ് ആ വാക്കിന്റെ കറുപ്പ്? ഒറ്റ വരി മതി, ഒറ്റ വരി. അത് നേരം വെളുക്കോളും ചർച്ച ചെയ്യാനുള്ള ഒരു പോയിന്റാ. ഒറ്റ വരി മതി. അത് മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം നമ്മുടെ മുമ്പിലൂടെ പാടിപ്പോയ വരിയാണ്. ആ വരിയെ അനശ്വരമാക്കാൻ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധ്യമാകുണ്ടോ? നമ്മളൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ കൽബിനോടൊരു ചോദ്യം. ഐശ്വര്യ റോയിയുടെ പ്രസവം ചർച്ച ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മാപ്പിളക്കുട്ടി, നമ്മുടെ മുമ്പിൽ ആഖിറമുണ്ടല്ലോ, പരലോകമുണ്ടല്ലോ. ആ ഐശ്വര്യ തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് കടന്നുപോയിട്ട് ഗ്ലാസ് നോക്കിയിട്ട് തന്റെ മൃദുലമായ ചുണ്ട് മിനിക്കുന്നത് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണ്. എന്നാൽ ആ ചുണ്ടുകൾ നാളെ 6 അടി മണ്ണിൽ അരിച്ചിറങ്ങുന്ന പുഴുവിന്റെ ഭക്ഷണമാണ്. അത് തിന്നാൻ നടക്കേണ്ടി വരും നമ്മൾ. പിന്നെ അല്ലെങ്കിൽ എന്തിനാ ആരാൻ ഛർദിച്ചോ തിന്നാൻ പോണത്? നമ്മളതല്ലേ ചെയ്യണത്, നമ്മൾ ഏർപ്പാടതല്ലേ. അങ്ങനെ ദാസ്യവേല ചെയ്യുന്ന പണിയാണ്. ആരാധ കഥാപാത്രങ്ങളായി നമ്മൾ സ്വീകരിക്കുന്നത് അവരെയാണ്. പാകിസ്ഥാന്റെ മുൻ PPP അധ്യക്ഷനുണ്ടല്ലോ ബേനസീർ ഭൂട്ടോ, ഇപ്പത്തെ സർദാറിന്റെ ഇപ്പത്തെ പ്രധാനമന്ത്രിയുടെ ഭാര്യയായിരിക്കുന്ന ബേനസീർ. ആ ബേനസീറാണ് ലാഹോറിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് തന്റെ ആരാധകർ പങ്കെടുക്കുന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പ് തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് തന്റെ ചുണ്ടിങ്ങനെ ചോപ്പിക്കുന്ന രംഗം മലയാള മനോരമയിൽ കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട്. ചുണ്ടുകൾ ഇങ്ങനെ ചോപ്പിക്കാണ്.
ലക്ഷങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് മുഖം മിനുക്കുകയാണ്. ആ ബേനസീറിന്റെ ചുണ്ടുകൾ എന്തിനുള്ള ഒരുക്കായിരുന്നു അവൾ ലിപ്സ്റ്റിക് ഇട്ടത്? ഖബറിലേക്ക് പോകാൻ. എന്തേ? ഈ ഒരിഞ്ഞ റൂമെന്ന് സ്വന്തം അംഗരക്ഷകന്റെ കൂടെ വണ്ടി കയറിപ്പോയ ബേനസീർ 10,000 ലക്ഷങ്ങളെ കാണുന്നതിന്റെ മുമ്പ് വഴിയിൽ വെച്ചിട്ട് തന്റെ ഭരണീയന്റെ വെടി തന്റെ ശിരസിലേക്ക് തറച്ചിട്ട് പെടഞ്ഞു മരിച്ചു വീഴാണ്. നമ്മൾ കണ്ടില്ലേ? ആരായിരുന്നു കേണൽ മുഅമ്മർ ഗദ്ദാഫി? അല്ലേ? മുഹമ്മദ് ഇദ്രീസ് രാജാവിനെ 969 ഭരണത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ട് ആ സിംഹാസനത്തിൽ കയറിയിരുന്ന മനുഷ്യനാണ് മുഅമ്മർ ഗദ്ദാഫി. ചില്ലറക്കാരന്. ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂഗർഭ അറയിൽ 3000 അറകളുള്ള സമാന്തര ലിബിയ പണിതുകൊണ്ടിരുന്ന ഭരണാധികാരിയായിരുന്നു ഗദ്ദാഫി. ആ ഗദ്ദാഫിക്ക് സഞ്ചരിക്കാൻ സൂപ്പർസോണിക് വിമാനങ്ങൾ, ജെറ്റ്. ആ ഗദ്ദാഫി ഒരു നാട്ടിലൂടെ നടന്നു പോകുകയാണെങ്കിൽ അദ്ദേഹത്തെ പരിചരിക്കാൻ ആമസോൺ ഗാർഡ് എന്ന് പറയുന്ന 50 സ്ത്രീകൾ അടങ്ങുന്ന പെൺപട, വളരെ ആയുധ സജ്ജീകരണങ്ങളും ആയോധന കലകളിൽ പരിശീലനവും സിദ്ധിച്ച 50 യുവതികൾ, ഇത്ര പ്രായത്തിന്റെ ഇടയിലുള്ള യുവതികൾ. അദ്ദേഹം ഒരു മരുഭൂമിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് വലയം ചെയ്യാൻ, ആ വലയം ചെയ്യുന്ന ഈ പെൺപടക്ക് അദ്ദേഹം നൽകിയ പേര് ആമസോൺ ഗാർഡ് എന്നാണ്. അങ്ങനെ ഒരു ഗാർഡ് അദ്ദേഹത്തിന്. ആ ഗദ്ദാഫി സൂര്യതാപത്തിൽ നിന്ന് തന്റെ മുഖം രക്ഷപ്പെടുത്താൻ വേണ്ടി, കണ്ണുകളെ രക്ഷപ്പെടുത്താൻ ധരിച്ചിരുന്ന സൺഗ്ലാസ് എന്ന് പറയുന്ന കണ്ണടക്ക് 2.5 ലക്ഷം രൂപയാണ്. ആഫ്രിക്കൻ വംശജനായ നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം തന്റെ കാപ്പിരി മുടി മറക്കാൻ ധരിച്ച തൊപ്പി, കൗബോയ് എന്ന് പറയുന്ന തൊപ്പിയ 3.5 ലക്ഷം രൂപയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടെന്നിട്ട് എവിടെ പോയി മുതലൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ. അങ്ങനെ കിടക്കുന്ന ഗദ്ദാഫിയൊക്കെ മരിക്കുന്ന കോലം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇമാജിൻ ചെയ്തത് അമേരിക്കയിലോ ബ്രിട്ടനിലോ ജപ്പാനിലോ ചൈനയിലോ റഷ്യയിലോ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലോ ഒക്കെ ഉള്ള ഭയങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ശീതീകരിച്ച റൂമിൽ അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടുകൂടെ മരിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല. ചക്രശ്വാസം ഭരിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു അയാൾ, അല്ലേ? ആ മുതൽ എങ്ങനെ മരിച്ചതെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. സീർത്ത് എന്ന് പറയുന്ന തന്റെ ജന്മസ്ഥലമായ ലിബിയ എന്ന വിശാല രാജ്യത്തിന്റെ ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിലൂടെ അഴുക്ക് വെള്ളം ഒലിച്ചു പോകുന്ന, മലിനവെള്ളം ഒലിച്ചു പോകുന്ന ഓട, ആ അഴുക്ക് ജാലിൽ നിന്ന് പിടിച്ച് വലിച്ചിറക്കിയിട്ട് സ്വന്തം ഭരണീയനായ മനുഷ്യന്റെ വെടിയുണ്ടകൾ നെഞ്ചടത്തിലേക്ക് വാങ്ങിയിട്ട് പെടഞ്ഞു മരിച്ചുപോയി അദ്ദേഹം. എന്നിട്ടോ അദ്ദേഹത്തെ ഖബർ അടക്കുന്നതിന്റെ മുൻപ് 2 ദിവസം തന്റെ ഭൗതിക ശരീരം, അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചത് എവിടെയാ? ഏതെങ്കിലും ഫ്രീസറിലാണോ? അല്ല, ലിബിയയുടെ പട്ടണമായിരിക്കുന്ന സീർത്തിന്റെ തന്നെ പ്രവിശ്യയിൽപ്പെട്ട ഒരു മീൻ മാർക്കറ്റിൽ, ഒരു മത്സ്യ മാർക്കറ്റിൽ. ആ മത്സ്യ മാർക്കറ്റ് സെൻട്രലൈസ്ഡ് ഫ്രീസ് ചെയ്യാൻ സൗകര്യമുള്ള, റെഫ്രിജറേറ്റർ സൗകര്യമുള്ള, AC സൗകര്യമുള്ള മാർക്കറ്റാണ്. ആ മാർക്കറ്റിന്റെ നടുത്തളത്തിലാണ് ഈ മനുഷ്യന്റെ ഡെഡ് ബോഡി പൊതുപ്രദർശനത്തിന് വെച്ചത്. നമ്മളൊക്കെ ഒരു ഇമാജിനേഷനിൽ അദ്ദേഹം എങ്ങനെ മരിക്കേണ്ട ആളാ, അല്ലെ? 3/4 മണിക്കൂർ കൊണ്ട് ലോകത്തിന്റെ ചിത്രം മാറി. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ എന്ന് പറയുന്ന ചാനൽ 3/4 മണിക്കൂർ കൊണ്ട് ഈ രംഗം മുഴുവൻ ഒപ്പിയെടുത്ത് ലോകത്തിന്റെ സകല കോണിലേക്കും സംപ്രേഷണം ചെയ്തു. അവസാനം മലപ്പുറത്തിരിക്കുന്ന നാടൻ കാക്ക ന്യൂസ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന ലിബിയയുടെ ഭരണാധികാരിയുടെ ഞെട്ടറ്റ ചേതനയറ്റ രക്തം വാർന്നൊഴുകുന്ന ശരീരം. എന്തേ? അതല്ല വലിയ പാഠം പഠിപ്പിച്ചാണ്. ഗദ്ദാഫിയുടെ അന്ത്യയുഗത്തിൽ ജീവിച്ച നമ്മൾ ഗദ്ദാഫി അങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞാണ്ട് ഒരു വെറും വർത്താനം പറയുന്നതിലപ്പുറം വലിയൊരു പാഠം ഇതിന് നമുക്കുണ്ട്, വലിയൊരു പാഠം. എന്തേ അതൊക്കെ? ഇങ്ങനത്തെ ഒരു ഭരണാധികാരി, ഇങ്ങനെ ജീവിച്ച മനുഷ്യൻ, നമ്മൾ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒരു TV ഷോയിൽ പോലും നമ്മൾ അദ്ദേഹത്തെ കണ്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യം കാണാത്തവർ